അപ്പോൾ വളരെ നിർണായകപരമായിട്ടുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നും അല്ല. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നെക്സ്റ്റ് വീക്കിൽ വളരെ പ്രധാനപ്പെട്ട ഡാറ്റാസുകൾ വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. ഇൻഫ്ലേഷൻ്റെ ഒരു അളവ് പോലെ തന്നെയാണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പോലെ തന്നെ. പിന്നെയും ഒരുപാട് ഡാറ്റാസ് വരാനുണ്ട്. അപ്പോൾ ഡാറ്റ ഈ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയെ അതിപ്പോൾ നമ്മൾ കരുതിയതിനേക്കാളും വലിയ നമ്പർ വരികയാണെങ്കിൽ മോണിറ്ററി പോളിസി ടൈറ്റനിങ് ഉള്ള സാധ്യതകളും മറ്റുള്ളതൊക്കെ കൂടുക. അപ്പോൾ അതിനുശേഷം ഗോൾഡ് വലിയ രീതിയിൽ ഉയരും. പക്ഷേ അത് അവസാനമാണ് വരുന്നത്, മാർച്ച് 28 വരുന്നത്, ആഴ്ചയുടെ അവസാനം. പിന്നെയും കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഡാറ്റ, ഇതൊക്കെ ഗോൾഡ് സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ മതി. ഹൗസിംഗ് മാർക്കറ്റ് ഡാറ്റാസും ന്യൂസ് ഹോം സെയിൽ റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെ വരാനുണ്ട്. പിന്നെ ഫെഡറൽ റിസർവിലെ ഓഫീഷ്യൽസിൻ്റെ ചില കമ്മ്യൂണിക്കേഷൻസിലൊക്കെ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. അവർ എങ്ങനെയാണ് ഇനി US പോളിസി, അതേപോലെ തന്നെ US ഇൻ്റർനാഷണൽ ട്രേഡ് ഗുഡ് ആൻഡ് സർവീസ് ഡാറ്റയും അതേപോലെ തന്നെ UK സ്പ്രിംഗ് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ വരാനുണ്ട്. എന്തായാലും ഇൻഫ്ലേഷൻ ഫിയർ ഇവിടെ വലിയ രീതിയിലുണ്ട്. സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിലുള്ള ഗോൾഡ് വാങ്ങിക്കൂട്ടുകയാണ്. ട്രഡീഷണൽ കൺവെൻഷൻ, അതായത് കല്യാണം ആ ഒരു ഇതിലൊന്നും വലിയ രീതിയിലുള്ള വാങ്ങലുകൾ ഏഷ്യയിൽ നിന്ന് വരുന്നില്ലെങ്കിൽ കൂടിയും സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിലാണ്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇപ്പോൾ ഒരു ദുഃഖകരമായ സംഭവം കൂടിയുണ്ട്. 50,000 ആയിട്ടുണ്ട് ഗാസയിലെ മരണം, അതിൻ്റെ മുകളിലേക്ക് പോയി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഹമാസിൻ്റെ ഒരു ലീഡറും അദ്ദേഹത്തിൻ്റെ വൈഫും ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മിഡിൽ ഈസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ പറയുകയാണെങ്കിൽ യൂറോപ്പിലെ പ്രശ്നമായിട്ടുള്ള റഷ്യ ഉക്രൈൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പ്രശ്നമായിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതും മിഡിൽ ഈസ്റ്റിൽ നാളെ ചർച്ചയ്ക്ക് വരികയാണ്. ഇന്നിപ്പോൾ US ഓഫീഷ്യൽസും അതേപോലെ തന്നെ ഉക്രൈൻ്റെ ഓഫീഷ്യൽസും സംസാരിച്ചേക്കും. നാളെ US ആൻഡ് റഷ്യ അവർ സൗദി മധ്യസ്ഥതയിൽ നാളെ സംസാരിച്ചേക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും US ചൈന ചില ഫ്രിക്ഷൻസുകളും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള താരിഫ് എസ്കലേഷൻസും പല കൺട്രീസ് തമ്മിൽ, എസ്പെഷ്യലി റിലേറ്റഡ് ടു US ചൈന, US കാനഡ, അതേപോലെ തന്നെ US മെക്സിക്കോ ആൻഡ് US യൂറോപ്യൻ യൂണിയൻസ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോളർ സ്ട്രെങ്ത്തിൽ ഗോൾഡ് ലാസ്റ്റ് സമയങ്ങളിൽ ഗോൾഡ് ഒന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും സ്റ്റിൽ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ മുകളിലേക്കുള്ള ഓട്ടം ഇപ്പോഴും ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. നെക്സ്റ്റ് വീക്കിലും ഇനി അങ്ങോട്ടും ഒക്കെ സാധ്യത തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താവും സീസ്ഫെയർ ടോക്സിലുള്ള അവരുടെ ഇത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് വാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. 65,840 ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഇനിയും സ്വർണ്ണവില ഉയർന്നേക്കും.